അല്ലാഹുവിന് മറ്റാരും കൊടുക്കേണ്ടതില്ല. അതേസമയം ഹബീബരായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകട്ടെ, ഗൗസുൽ ആലം തങ്ങളാകട്ടെ, റിഫായിൻ ശൈഖാകട്ടെ, മമ്പുറത്തെ തങ്ങളാകട്ടെ, മടവൂരി ശൈഖുനയാകട്ടെ, ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഉന്നതാധികാരികളായ ഔലിയാക്കളാകട്ടെ, അവരോട് നമ്മൾ ഇതൊക്കെ ചോദിക്കുമ്പോഴോ അവർക്ക് അല്ലാഹ് കൊടുത്തതാണത്. അല്ലാഹ് കൊടുത്തതാണ് അവര് നമുക്ക് തരുന്നത്. അല്ലാഹ്ക്കാരും കൊടുക്കേണ്ടതില്ല. അപ്പൊ കണ്ടോ, ഈ വ്യത്യാസമേ ഉള്ളൂതാ. അല്ലാഹു തആലക്കാരും കൊടുക്കേണ്ട കാര്യം സ്വയമുണ്ട്, മറ്റൊരു കഥ കൊടുത്തതാണ്. എന്താ കൊടുത്തത്? എല്ലാ തസറുഫാത്തും, റഹ്മാനായ റബ്ബിന്റെ എല്ലാ കഴിവുകളും, അല്ലാഹു തആലക്കുള്ള എല്ലാ വിശേഷണങ്ങളും, അതൊക്കെ എല്ലാം കൈകാര്യം ചെയ്യാനുള്ള തദ്ബീർ, മുദബ്ബിർ, എല്ലാം നിയന്ത്രിക്കുന്നവൻ എന്ന അള്ളാന്റെ സിഫത്തെ എങ്ങനെ കൂട്ടരെ അല്ലാഹ് പടപ്പിന് കൊടുക്കും? അല്ലാഹു തആല ഏറ്റവും വലിയ തിന്മയായി പഠിപ്പിച്ചെന്താ? അല്ലാഹ്ക്ക് തുല്യന്മാരെ സ്ഥാപിക്കല. ഫലാ തജ്അലു ലില്ലാഹി അൻദാദാ, വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ വിലക്കാണ്. മനുഷ്യകുലത്തെ വിളിച്ചുകൊണ്ട് ഖുർആനിൽ ആദ്യമായി വിലക്കിയ ഒരു കാര്യം എന്താ? ഫലാ തജ്അലു ലില്ലാഹി അൻദാദാ, റഹ്മാനായ റബ്ബിന് നിങ്ങൾ തുല്യന്മാരെ ഉണ്ടാക്കരുത്. നമ്മോട് പഠിച്ചോൻ പറയാ അല്ലാഹ്ക്ക് തുല്യന്മാരില്ല, തുല്യന്മാരുണ്ടാക്കരുത്. പഠിച്ചോൻ തന്നെ എന്ത് ചെയ്യാ? അള്ളാന്റെ കഴിവൊക്കെ മറ്റൊരു കൊടുത്തിട്ട് അവരെ കൊണ്ട് എല്ലാ നിയന്ത്രണം ഏൽപ്പിക്കുകയും ചെയ്യാം. ഇതുണ്ടാകോ? ഇതുണ്ടായാ പിന്നെ എന്താ ഇസ്ലാമിന് ഇവിടെ പ്രസക്തി ഉള്ളത്? അമ്പിയാക്കളൊക്കെ വന്നത് എന്തിനാ? വഹ്ദഹു ലാ ശരീക ലഹു, അല്ലാഹ് ഏകനാണ്, പങ്കുകാരില്ലെന്ന് പറയാനാണ്. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അല്ലാഹ്ക്ക് തുല്യനായി ആരുമില്ലെന്ന് പഠിപ്പിക്കാനാ. പക്ഷേ ആ സ്ഥാനത്ത് അള്ളാഹിന്റെ കഴിവുകൾ അല്ല മറ്റു പലർക്കും കൊടുത്തിട്ടുണ്ട്. അവിടെ അള്ളാഹ്ക്ക് സ്വയമുള്ളതാ, മറ്റൊരു അല്ല കൊടുത്തതാ എന്ന് വിശ്വസിച്ചാ പിന്നെ കുഴപ്പമില്ല. എന്തും ചോദിക്കാം, എങ്ങനെയും ചോദിക്കാം, എപ്പോഴും ചോദിക്കാം. ഏത് ചോദിച്ചാലും അതൊക്കെ തരാൻ മാത്രമുള്ള കഴിവുണ്ട്. ആ കഴിവൊക്കെ അല്ല കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അല്ല സ്വയം പങ്കുകാരെ സ്വീകരിച്ചുവെന്നാണോ സഹോദരങ്ങൾ വിശ്വസിക്കുന്നത്? അല്ല സ്വയം പങ്കുകാരെ സ്വീകരിച്ചോ? നബി അങ്ങോട്ട് വന്നൊരാൾ പറയുന്നു, മാഷാ അല്ലാഹു അള്ളാഹുവിന്റെ റസൂലേ, അള്ളാഹും താങ്കളും വിചാരിച്ചതാ ഉണ്ടാവുക. നബിയെ, അല്ലാഹു റസൂലും എന്താണ് ഉദ്ദേശിച്ചത് അത് സംഭവിക്കും. എന്താ നബി തങ്ങൾ ചോദിച്ചത്? അജഅൽതനി ലില്ലാഹി നിദ്ദാ, നീ എന്നെ അള്ളാഹുവിന് തുല്യനാക്കുകയാണോ? അള്ളാഹ്ക്ക് നീ എന്നെ തുല്യമാക്കുകയാണോ? അള്ളാഹും റസൂലും ഉദ്ദേശിച്ചാൽ എന്ന് പറയുമ്പോഴേക്ക് നീ എന്നെ അള്ളാഹിനോട് തുല്യമാക്കുകയാണോ എന്നാണ് നബി തങ്ങൾ ചോദിച്ചത്. വാള് തൂക്കിയിടാൻ ഒരു മരം വേണം.